രാജശേഖരൻ അങ്ങനെ അമിത്ഷാ പറയുന്നതിൽ എന്താണ് ഈ പറയുന്ന അവഹേളനം? അംബേദ്കർക്കെതിരെ എന്ത് അവഹേളനമാണ് ആഭ്യന്തരമന്ത്രി നടത്തിയത്? അമിത്ഷാ ഒരു തരത്തിലും അംബേദ്കറെ അധിക്ഷേപിച്ചിട്ടില്ല. അംബേദ്കറെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്ത കോൺഗ്രസിൻ്റെ ചരിത്രത്തെ തുറന്നു കാട്ടുകയാണ് ചെയ്തത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, 40 സെക്കൻഡുള്ളൊരു വാചകത്തിൻ്റെ 12 സെക്കൻഡ് മാത്രം മുറിച്ചെടുത്തിട്ട് അവിടെ ഒരഭ്യാസം കാണിച്ചതാണ്. ഇത് ഇലക്ഷൻ സമയത്തും കോൺഗ്രസ് ചെയ്തതാണ്. കള്ളം പ്രചരിപ്പിക്കുക, ജോർജ് സോറോസിൻ്റെ പണം വാങ്ങി കള്ളം പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ ശൈലി. ഇനി ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, അംബേദ്കറെ അവഹേളിച്ചത് ആരാണെന്നുള്ളത് അറിയണമെങ്കിൽ അത് അംബേദ്കർ തന്നെ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ടൈറ്റിൽ മാത്രം ഞാൻ പറയാം. വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധി ഹാവ് ഡൺ ടു ദി അൺടച്ചബിൾസ്. എന്താണ് ഗാന്ധിയും കോൺഗ്രസും അൺടച്ചബിൾസിനോട് ചെയ്തതെന്ന് അംബേദ്കർ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അംബേദ്കർ പുസ്തകം എഴുതിയ സാഹചര്യത്തിൽ ഡോക്ടർ സോയ അംബേദ്കറെ എന്നും കോൺഗ്രസിന് താല്പര്യമാണെന്ന് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടാണ്. വേറെയും കാര്യങ്ങളുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറയാതെ പോയാൽ ശരിയാവില്ല. BJPയിലും RSSലും ആരാ ഉള്ളതെന്നൊരു ചോദ്യം ഡോക്ടർ സോയ ചോദിച്ചല്ലോ സ്വാതന്ത്ര്യ സമരത്തിൽ. ഡോക്ടർ സോയ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ഡോക്ടർ കേശവ് ബലിറാം ഹെഗ്ഡേവർ 7 വയസ്സുള്ള കാലം തൊട്ട് രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം അനുശീലന സമിതി, എനിക്ക് ദീർഘിപ്പിച്ച് പറയാൻ സമയമില്ല, 920 പൂർണ്ണ സ്വരാജ് വേണം ഭാരതത്തിന് ആദ്യം കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് അന്നത്തെ ഓൾ ഇന്ത്യ സംഘത്തിൻ്റെ തലവൻ കൂടിയായിരുന്ന ഡോക്ടർ ഹെഗ്ഡേവർ ആയിരുന്നു. അദ്ദേഹം അന്നത്തെ നിയമനിർമ്മാണ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ 1.5 വർഷം ജയിലിൽ കിടന്ന ശേഷം പുറത്തു വന്നപ്പം രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവാണ് ആ ജയിലിന് മുമ്പിലുള്ള സ്വീകരണത്തിൻ്റെ മുഖ്യ പ്രഭാഷകനായിട്ട് പോയത്. കുടുംബത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കാൻ പറയണം. കഴിഞ്ഞില്ല. ഒരു കാര്യം കൂടി, എനിക്ക് 2 കാര്യം പറയാനുണ്ട്. ദയവായി സമയം തരണം, എനിക്ക് ഏറ്റവും സമയം കുറച്ച് കിട്ടുന്നു. അല്ല, സമയപരിമിതിയുണ്ട് സാർ, സമയപരിമിതിയുണ്ട്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫോക്കസ് പോയിന്റിലേക്ക് പോകേണ്ടതുണ്ട്. സാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഭരണഘടനയുടെ കാര്യം പറഞ്ഞു. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്ന, ബൈപ്പാസ് ചെയ്യുന്ന ഏറ്റവും തെറ്റായ നടപടി ഉണ്ടായത് 1984 ഒക്ടോബർ 31 ഒരു പ്രധാനമന്ത്രി മരിച്ചാൽ എങ്ങനെയാണ് അടുത്ത പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതിന് ഭരണഘടനയിൽ വ്യവസ്ഥയില്ല. പക്ഷേ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ നെഹ്റു മരിച്ചപ്പോഴും ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചപ്പോഴും ആരോഗ്യപരമായ ഒരു കീഴ്വഴക്കം ചെയ്തു. സീനിയർ മോസ്റ്റായ ആഭ്യന്തരമന്ത്രിയെ താൽക്കാലിക പ്രധാനമന്ത്രിയാക്കിയിട്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടി നേതാവിന് ഇലക്ഷൻ അവസരം കൊടുത്തു. പക്ഷെ ഇന്ദിരാഗാന്ധി മരിച്ച ദിവസം അന്നവർ ചെയ്തത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മരണം സ്ഥിരീകരിക്കാൻ വൈകിപ്പിച്ച ശേഷം വൈകുന്നേരം ജ്ഞാനി സൈൽ സിംഗ് വിദേശത്ത് നിന്നെത്തിയ ശേഷം അദ്ദേഹത്തിന് സമ്മർദ്ദത്തിലാക്കി രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിനുള്ള സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയ ശേഷമാണ് ഒന്നിച്ചൊരു വാർത്തയായിട്ട് ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും ഇന്ദിര കൊല്ലപ്പെട്ടെന്നും രാജീവ് അടുത്ത പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞു. അന്ന് നടന്ന അട്ടിമറിയെ കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് എന്താണ് പറയാനുള്ളത്?